കേരളത്തിലെ UDF എന്ന് പറഞ്ഞാൽ ഇന്ന് ആരാ? യഥാർത്ഥത്തിൽ അത് ലീഗിൻ്റെ ശക്തിയാണ്. ലീഗിന് LDF വന്നാൽ കൊള്ളാമെന്നുള്ള സൂചനകൾ നമുക്ക് കിട്ടാറുണ്ട്. ലീഗിന് LDF എടുക്കേണ്ട എന്നൊരു തീരുമാനം അങ്ങനെ ഉണ്ടോ? ഇതെല്ലാം പിന്നെ നമ്മൾ ആകാശത്തിൽ കാണുന്ന ചില സ്വപ്നങ്ങൾ മാത്രമാണ്. അത്തരം ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു കൂട്ടരെ കുറിച്ച് വേണ്ടാത്ത ചിന്തകൾ നമ്മളാരും കൊണ്ട് നടക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഇന്ത്യ മുന്നണിയുടെ ഒരു വിശ്വാസ്യത ഇപ്പം ചിദംബരം തന്നെ പറഞ്ഞു, അത് വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. CMന്റെ ഒരു എങ്ങനെ കാണുന്നത് ഈ നമ്മുടെ BJPക്കെതിരായിട്ട് എല്ലാ രാഷ്ട്രീയ ഒരു ഓപ്പോസിഷൻ പാർട്ടീസിൻ്റെ ഒരു ഇന്ത്യ എന്താ CM എങ്ങോട്ടാണ് പോകുന്നത്? അല്ല, ഇന്ത്യ എന്നതൊരു മുന്നണിയായിട്ട് ഞങ്ങൾ കാണുന്നില്ല നേരത്തെ തന്നെ. അതായത് നമ്മുടെ BJPക്കെതിരെയുള്ള ഒരു പൊതുവായ യോജിപ്പ് വളർത്തിയെടുക്കുക, സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള പൊതുവെ ഒരു നീക്കങ്ങൾ ഉണ്ടാവുക, അതാണ് ഞങ്ങൾ നേരത്തെ കണ്ടിരുന്ന കാര്യം. പക്ഷേ പിന്നെ അതൊരു ഇത് പോയി പറയുന്ന പോലെ ഒരു പ്രതീതിയിലേക്ക് എത്തി. നമ്മൾ കാണേണ്ടത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കേണ്ട പാർട്ടി കോൺഗ്രസ്സാണ്. കാരണം എല്ലായിടങ്ങളിലും ഉള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ്, വലിയ പാർട്ടിയാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത ഒരു പാർട്ടിയും നേതൃത്വമാണ് ആ കോൺഗ്രസിൻ്റേത് എന്നാണ് ഇതേവരെയുള്ള കാര്യങ്ങളൊക്കെ തെളിയിക്കുന്നത്. ഒരുപാട് അനുഭവങ്ങൾ ഇപ്പം തെരഞ്ഞെടുപ്പിന് രംഗത്തുണ്ട്, തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ട്, വിവിധ പാർട്ടികളോട് സ്വീകരിച്ച സമീപനത്തിലുണ്ട്. അതിലൊക്കെ ഒരു നല്ല അവധാനതയോടെ ഇടപെടാൻ അവർക്ക് കഴിയുന്നില്ല. അതിൻ്റേതായ പ്രശ്നങ്ങൾ നല്ലതുപോലെ ബാധിക്കുന്നുണ്ട്. അത്രയൊക്കെ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടോ എന്നാണ് തോന്നുന്നത്. യൂണിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയൊരു യൂണിറ്റി എന്നല്ല വേണ്ടത്. BJPക്കെതിരെയുള്ള പ്രശ്നങ്ങളിൽ യോജിപ്പെന്നതാണല്ലോ. BJPക്കെതിരെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് യോജിപ്പ് അന്നേരം ഉണ്ടാവും. ആ യോജിപ്പ് സ്വാഭാവികമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും വേണം. പക്ഷേ അതിന് തങ്ങളുടെ നില വലിയ തോതിൽ ഒരു സ്ഥാനം വല്ലാതെ കണക്കാക്കിക്കൊണ്ടുള്ള ഇടപെടലിലൂടെ യോജിപ്പിന് തടസ്സമാക്കി വരുന്ന നില കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ട്. അതാണ് ഈ ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിൽ സ്വീകരിച്ച നിലയിൽ കാണാൻ പറ്റുക. മറ്റ് സംസ്ഥാനങ്ങളിൽ സ്വീകരിച്ച നിലയിലും ഇതേ സമീപനം കാണാൻ കഴിയും. എന്നാൽ പല ഇഷ്യൂസിലും കേരളം നേതൃത്വം എടുത്തിട്ട് ഇപ്പം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് തമിഴ്നാടുമായിട്ട് സഹിച്ച് നമ്മൾ അങ്ങനെ ഒരു 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 മുൻകൈ എടുത്തിട്ട് BJPക്കെതിരെ പല ഇഷ്യൂസിൽ അങ്ങനെ അല്ല, അത്തരം ഇഷ്യൂസിൽ യോജിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രായോഗികമായി മനസ്സിലാക്കേണ്ട കാര്യം ഇവിടുത്തെ ഒരു പ്രശ്നമുണ്ട്. ഇവിടുത്തെ ഒരു പ്രശ്നം ഏത് കാര്യത്തിന് മുൻകൈ എടുക്കുമ്പോഴും ഇവിടുത്തെ പ്രതിപക്ഷം പ്രധാനം കോൺഗ്രസ് ആണല്ലോ. ആ കോൺഗ്രസ്സിൽ അതിനോട് വിയോജിപ്പുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ മറ്റ് ആൾക്കാരെ ബന്ധപ്പെടാൻ നിൽക്കുമ്പോൾ ആ കാര്യത്തിൽ ചിലപ്പോൾ വിയോജിപ്പുണ്ടായി എന്ന് വരും. അതേസമയം പിന്നെ മറ്റേതെങ്കിലും സ്ഥലത്ത് ഇപ്പോൾ സ്റ്റാലിനൊക്കെ മുൻകൈ എടുത്തൊരു യോഗം വിളിച്ചാൽ എല്ലാവരെയും സഹകരിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടുതൽ നടക്കട്ടെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മൾ ചില ഘട്ടത്തിൽ ചിലത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ധനമന്ത്രി വിളിച്ചാലൊരു യോഗം, അതെല്ലാവരും ഡിസ്കസ് ചെയ്ത് വിളിച്ചതായിരുന്നു. അങ്ങനെ ചില കാര്യങ്ങൾ നീക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചിട്ടുണ്ട്. അതെ 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 അത് രാഷ്ട്രീയ ചോദിച്ചാൽ തുടർച്ചയായിട്ടാണ് ഇന്ത്യ അലയൻസിൻ്റെ ഒരു പ്രസക്തി നഷ്ടപ്പെടുമ്പോഴും ദക്ഷിണേന്ത്യയിലെ ഒരു കൂട്ടായ്മ ഫോം ചെയ്യുന്നുണ്ട്, ഒരു സെൻറ്ററിനെതിരായിട്ട്. ഒരു എല്ലാ സംസ്ഥാനങ്ങളിലും നല്ല വികാരമുണ്ട് ആ കാര്യത്തിൽ. അത് ശരിയാണ്. കോൺഗ്രസിൽ ശശി തരൂരിനെതിരെ ഒരു പടപ്പുറപ്പാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ചിരുന്നല്ലോ. എവിടെയാ എത്തുന്നത് നോക്കാം. CPM ഇതിനകത്ത് ഡെലിഗേഷനിലെ മെമ്പർ ആണല്ലോ. അതെ അതെ അതെ. അത് നമുക്കത് കുഴപ്പം തോന്നുന്നു. അല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാട് മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ പറയുന്നത്, ലോകത്തിന് മുന്നിൽ പറയാൻ പോകുന്നതിന് CPM അതിൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. അതിന് കേന്ദ്ര സർക്കാരിനെ ശക്തമായി വിമർശിക്കുന്ന ഒരു പാർട്ടിയാണ്. അത് വേറെ. അത് രാജ്യത്തിൻ്റെ നിലപാട് ലോകത്തിനോട് പറയലും രാജ്യത്തിനകത്ത് സ്വീകരിക്കുന്ന നിലപാടിനെ പറ്റി രാജ്യത്തെ ഗവൺമെൻറ്റിനോട് പറയലും രണ്ടും രണ്ടാണ്. രാജ്യത്തിനൊരു നിലപാടുണ്ട്, ആ നിലപാടിനോടൊപ്പമാണ് CPIM. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ച ചില നിലപാടിൽ CPIMന് വിമർശനം ഉണ്ടാകും. ആ വിമർശനം അവിടെ പോയി പറയാനല്ല, അതിവിടെ ഗവൺമെൻറ്റിനോട് പറയാനുള്ളതാണ്. അതാണ് ഞങ്ങൾ അതിൽ കാണുന്നത്. ഈ നയതന്ത്ര രംഗത്ത് ഇത്ര പരിചയമുള്ള ശശി തരൂരിനെ പോലെയുള്ള ആൾക്കാരെ അയക്കണം എന്ന് കേന്ദ്രം പറയുമ്പോൾ അത് പറ്റില്ല എന്നുള്ള ഒരു നിലപാടാണ് കോൺഗ്രസ് എടുത്തത്. അതിനെ എങ്ങനെയാണ്? അതൊക്കെ അവർ തീരുമാനിക്കട്ടെ, ഞാനിപ്പോൾ എന്ത് പറയും. ചോദിക്കാൻ വിട്ടുപോയൊരു കാര്യമാണ്, കഴിഞ്ഞ ഗവൺമെൻറ് അവസാന സമയത്ത്
CM അസംബ്ലിയിൽ ഒരു രസകരമായ സ്റ്റേറ്റ്മെന്റ് നടത്തി. രമേശ് ചെന്നിത്തല മികച്ച പ്രതിപക്ഷ നേതാവാണ്, അതുകൊണ്ട് അദ്ദേഹം ഇനിയും പ്രതിപക്ഷ നേതാവായി തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ ഇത് അടുത്ത VD സതീശൻ പ്രതിപക്ഷ നേതാവായി നിൽക്കുകയാണ്. എങ്ങനെയാണ്? അതിൻ്റെ ഒന്നും സമയമായില്ലാലോ, തെരഞ്ഞെടുപ്പിലേക്ക് പോകാനായിട്ടില്ല, അന്നേരം പറയാം നമുക്ക്. മികച്ച പ്രതിപക്ഷ നേതാവായി അദ്ദേഹം തുടരട്ടെ എന്നാണ്. CM ഫുട്ബോൾ ആരാധകർക്ക് വേണ്ടി ഒരു ചോദ്യം, അർജന്റീനയും മെസ്സിയും വരുമോ? അർജന്റീനയും മെസ്സിയെയും കൊണ്ടുവരാൻ നല്ല ശ്രമം നടക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവർ വരണം എന്നാണല്ലോ, അപ്പോൾ അത് ആഗ്രഹത്തിൽ നിൽക്കാം. CM കഴിഞ്ഞ ദിവസം തപാൽ വോട്ടിനെ കുറിച്ച് ഒരു മുതിർന്ന CPM നേതാവിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായി. അപ്പോൾ അത് ബോധപൂർവ്വം അബോധപൂർവ്വം എന്നുള്ളതല്ല. അപ്പോൾ അത് പിന്നെ അദ്ദേഹം തന്നെ തിരുത്തി പറഞ്ഞല്ലോ, അത് അങ്ങനെയല്ല എന്നുള്ളത്. എന്താണെന്നറിയില്ല. അല്ലാതെ ഇത്തരം പ്രതികരണങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ സർക്കാരിനെ അല്ല, അത് ശരിയല്ലാത്തൊരു പ്രതികരണമാണത്. അങ്ങനെ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തീർക്കാം. ലാസ്റ്റ് ചോദ്യം, ഇലക്ഷൻ വരികയാണ്. സ്വാഭാവികമായിട്ടും ഈ SFIO കേസ് പ്രതിപക്ഷം എടുത്ത് വലുതായി ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. CM അതിനെ എങ്ങനെയാണ്, ഇത് പ്രതിപക്ഷത്തിൻ്റെ ഈ ഒരു ആക്രമണത്തെ എങ്ങനെയാണ് അങ്ങ് നേരിടാനായിട്ട്? ഒരു കാര്യവും അതിലില്ല, അതുകൊണ്ട് യാതൊന്നും സംഭവിക്കാനും പോകുന്നില്ല. അത് ഉപയോഗിക്കുന്നതിന് അത് ക്ഷീണം സംഭവിക്കുന്നു മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കൊരു ക്ഷീണം അതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കാനില്ല. കാരണം ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു കാര്യം ഒരു അന്വേഷണ ഏജൻസിയും കണ്ടെത്തിയിട്ടില്ല. ഇതിൽ എൻ്റെ മകളെന്ന നിലക്ക് അവളൊരു കമ്പനി നടത്തി എന്നുള്ളത് ശരിയാണ്. ആ കമ്പനി നൽകുന്ന സേവനത്തിന് പ്രതിഫലം വാങ്ങിയിരുന്നുള്ളത് ശരിയാണ്. ആ പ്രതിഫലം വാങ്ങി എന്നുള്ളത് ആരെങ്കിലും കണ്ടെത്തിയ കാര്യമല്ല, അവരുടെ റെക്കോർഡിലുള്ളതാണ്. ആ റെക്കോർഡ് അനുസരിച്ചിട്ട് എത്രയാണോ തുക പറ്റിയിട്ടുള്ളത് അതിന് സാധാരണ നിലക്ക് കൊടുക്കേണ്ട നികുതി എന്തൊക്കെയാണോ ആ നികുതിയൊക്കെ കൊടുത്തിട്ടുണ്ടെന്നും പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെയുള്ള കഥകളാണ്. ആ കഥകൾ കൊണ്ട് നടക്കുന്നവർ ആ സ്വപ്നമായിട്ട് നടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. CM ഈ ക്യാബിനറ്റ് റീഷഫിൾ ഉണ്ടെന്നാണ് വാർത്തകൾ. CM ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഇത് കേന്ദ്ര ക്യാബിനറ്റ് അല്ല, നമ്മളുടെ ചില മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ മുഴുവൻ വാർത്തയായിരുന്നു മന്ത്രിസഭ പുനഃസംഘടനയാണ്. CM ഒഴികെയുള്ള ബാക്കി എല്ലാവരും മാറിയിട്ടുണ്ട്. ഞാനത് അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അത് CM അറിയാതെ നടത്തിയ ഞാൻ അറിയില്ലത്. CM പറ്റി പൊതുവെ പറയുന്നത് ചിരി വരുമ്പോൾ മാത്രം ചിരിക്കുന്ന, ദേഷ്യം വരുമ്പോൾ അത് പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. എന്നുവെച്ചാൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാരന് വേണ്ട അഭിനയ ചാതുര്യമോ ഡിപ്ലോമസിയോ ഇല്ലാത്ത ഒരാളാണ്. ഈ ഒരു ക്യാരക്ടർ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ? പ്രത്യേകിച്ചും ചെറുപ്പകാലത്തും ഇതേ സ്വഭാവം തന്നെയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ വരെ എത്തിയല്ലോ. അതിൽ തന്നെ ചോദിക്കാതെ എനിക്ക് തോന്നുന്നു ഏറ്റവും നമ്മൾ ഒരു രാഷ്ട്രീയക്കാരൻ ഒരിക്കലും പറയില്ല എന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഇപ്പോൾ മതമേലധ്യക്ഷന്മാരാണെങ്കിലും അല്ലെങ്കിൽ ചില വിഷയത്തിൽ ഇപ്പോൾ ബോഡി വേസ്റ്റ് മാതിരിയുള്ള പ്രയോഗങ്ങൾ, ഇതൊക്കെ ഏതെങ്കിലും രീതിയിൽ പൊളിറ്റിക്കലി ഒരു ബാക്ക്ലാഷ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നൊന്നും ഇത് പറയുമ്പോൾ അങ്ങനെ തോന്നാറില്ല. പക്ഷെ അതൊന്നും വലിയ തിരിച്ചടി ഉണ്ടാക്കിയില്ലല്ലോ. പൊതുസമൂഹത്തിന് അറിയാമല്ലോ, നമ്മളൊരു വേറെ ദുരുദ്ദേശത്തോടെ പറയല്ല. നിങ്ങൾ ദുരുദ്ദേശത്തോടെ കാര്യങ്ങൾ കാണുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് അതിനകത്ത് മറ്റ് തിരിച്ചടികൾ വരിക. നമ്മൾ കണ്ട കാര്യം പറയുന്നു എന്നുള്ളത്. പിണറായിയിൽ തുടങ്ങി പിണറായിയിൽ അവസാനിക്കും കേരളത്തിലെ കമ്മ്യൂണിസം എന്ന് പറയുന്ന വിമർശകരോട് താങ്കൾ എന്താ മറുപടി പറയുക? അതെല്ലാം ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹങ്ങൾ പലതും ചിലപ്പോൾ മനസ്സിൽ വെക്കാതെ ഇങ്ങനെ പുറത്ത് പറഞ്ഞു വരും. അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. പക്ഷേ പാർട്ടിയുടെ കാര്യത്തിൽ ഒരു ക്ഷീണവും ഉണ്ടാകാൻ പോകുന്നില്ല. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്.